അതിർത്തിയിലെ സംഘർഷങ്ങൾ കാരണം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ബോളിവുഡിലെ ചില പ്രൊഡ്യൂസർമാർ അഭിനന്ദിന്റെയും ബാലാകോട്ട് ആക്രമണത്തിന്റെയും പേരുകൾ സിനിമയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി നൽകിയ ഫെബ്രുവരി 26-ന് അന്തേരിയിലെ ഇന്ത്യൻ മോഷൻ പിക്ചേഴ്സ് പ്രൊഡ്യൂസ് അസോസിയേഷൻസ് ഓഫീസിൽ നടന്ന സംഭവങ്ങളെ ഉദ്ധരിച്ച ഹമിങ്ടൺ പോസ്റ്റ് എന്ന മാധ്യമത്തിന്റേതാണ് ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. ആ സമയത്ത് ചുരുങ്ങിയത് 5ഓളം പ്രൊഡ്യൂസർമാർ സിനിമകളുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ ഓഫീസിലെത്തിയെന്നും ബാലാകോട്ട്, സർജിക്കൽ സ്ട്രൈക്ക് 2.0 തുടങ്ങിയ പേരുകൾക്ക് വേണ്ടി പരസ്പരം മത്സരിക്കുകയും പോരടിക്കുകയും ചെയ്തുവെന്ന് പേര് വെളിപ്പെടുത്താത്ത ആളെ ഉദ്ധരിച്ചുകൊണ്ട് ഹമിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉറി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങിയ ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന ചിത്രം വൻ വിജയമായതിന് പിന്നാലെ ഇന്ത്യ പാക് സംഘർഷത്തെ കുറിച്ച് പറയുന്ന സിനിമാ പേരുകൾക്കും പ്ലോട്ടുകൾക്കും ആളുകൾ കൂടിയെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഫെബ്രുവരി 14-ലെ പുൽവാമ ആക്രമണത്തിന് ശേഷം നിരവധി സിനിമാ പേരുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. കംപ്ലൈന്റ് സിനിമ എന്ന മാഗസീനാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. പുൽവാമ ദ സർജിക്കൽ സ്ട്രൈക്ക്, വാർ റൂം, ഹിന്ദുസ്ഥാൻ ഹമേര, പുൽവാമ ടെറർ അറ്റാക്ക്, ദി അറ്റാക്സ് ഓഫ് പുൽവാമ, വിത്ത് ലവ് തുടങ്ങിയ പേരുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.